ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്നൊരു അടിപൊളി ചീരച്ചേമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ നട്ടുണ്ടാക്കിയതാണ് കേട്ടോ അത്. ഇത് മാത്രമല്ല, നമുക്ക് ചെറിയതായിട്ടുള്ള പയറും അതുപോലെ വഴുതന, പിന്നെ കോവൽ, പച്ചമുളക്, കാന്താരിമുളക്, അങ്ങനെ ചെറിയ രീതിയിലുള്ള കൃഷി രീതികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്കുള്ള വയലറ്റ് പച്ചമുളകാട്ടോ പറിക്കുന്നത്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. രസം മാത്രമല്ല, അതുപോലെ നല്ല എരിവും ഉണ്ട് കേട്ടോ. നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാവേ. നമ്മുടെ വെള്ളം കണ്ടില്ലേ, നമ്മൾ ഇവിടെ അങ്ങനെ കിണറൊന്നും ഇല്ലാത്തതുകൊണ്ട് മലയിൽ നിന്ന് നമ്മൾ ഓസിട്ടേക്കും കേട്ടോ. നല്ല തെളിനീര് പോലുള്ള വെള്ളവും നമുക്കിവിടെ കിട്ടുന്നത്. ഈ ചേമ്പിൻ്റെ നമ്മൾ തണ്ടും ഇലയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി അതിൽ വരുന്ന നാരൊക്കെ നമ്മൾ കളഞ്ഞേക്കാണ് ചെയ്തേക്കുന്നത്. ശരിക്കും നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല. ഞങ്ങൾ അതിൻ്റെ തണ്ടല്ല ഞങ്ങൾ കളഞ്ഞു. അപ്പോൾ നല്ലപോലെ കഴുകുകയാണേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിലുള്ളതല്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല മണ്ണും പൊടിയും ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിലിട്ട് നല്ലപോലെ ഉരച്ച് കഴുകി അത് അരിപ്പ പാത്രത്തിലിട്ട് വെള്ളം തോരാൻ വേണ്ടി കുറച്ച് സമയം വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ചേമ്പല അതിലെ വെള്ളമെല്ലാം നല്ലപോലെ തോർന്ന ശേഷം നമ്മൾ കുഞ്ഞാക്കി പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറിച്ച് വെച്ച വയലറ്റ് കാന്താരി നമ്മൾ അതിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ അതുപോലെ തേങ്ങയും ചിരണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ കടുകിട്ട് നല്ലപോലെ പൊട്ടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി നമ്മൾ സെപ്പറേറ്റ് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഉള്ളിയും വഴറ്റ് കാന്താരി നമ്മൾ സെപ്പറേറ്റ് വഴറ്റി നല്ലപോലെ വഴണ്ടതിന് ശേഷമാണ് നമ്മൾ ചേമ്പില ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ തോരൻ വെക്കുന്നതൊക്കെ ഇങ്ങനെ ഉള്ളിയും മുളകും സെപ്പറേറ്റ് വഴറ്റി അതിനകത്ത് വെള്ളമെല്ലാം തോർന്ന് അതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കുരുമുളക് പൊടി തോരന് ചേർക്കുമെന്ന് അറിയില്ല. നമ്മളിവിടെ ഇലത്തോരനിൽ കുരുമുളക് പൊടി ചേർക്കാറുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാറുണ്ട് ഞങ്ങൾക്കത് ഇഷ്ടമാണ്. എല്ലാവർക്കും അത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അറിയില്ല, പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ അത് നല്ലപോലെ വഴണ്ട ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച ചേമ്പല ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി ഇളക്കി എടുക്കുക കേട്ടോ ചെയ്തേക്കുന്നത്. നല്ലപോലെ ഇളക്കി അതിനുശേഷം അതിലേക്ക് തേങ്ങയും കൂടെ പൊത്തി വെച്ച് നമ്മളൊരു പാത്രം വെച്ച് മൂടുന്നു. തേങ്ങ നമ്മൾ ആ സമയത്ത് ഇളക്കുന്നില്ല. ഒരു ആവി വന്ന ശേഷമാണ് നമ്മൾ തേങ്ങ ഇളക്കി കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഉപ്പും കൂടെ നോക്കി അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ നമ്മൾ മൂടി വെക്കും. അതിനുശേഷം നമ്മൾ അത്യാവശ്യം വേവാകുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ വെന്തിട്ടുണ്ടോ നോക്കി, വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ ചിക്കിയെടുത്ത് വെള്ളം തോരാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ചേമ്പില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.